ഈ സ്ഥാപനം എന്നും നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടാറ്. ലേഡി സ്റ്റാഫാണ് എൻ്റെ ആഗ്രഹം. കാരണം കുട്ടികളെ സ്നേഹിക്കാൻ താല്പര്യം. ഹൈസ്കൂളും യു പി വെച്ചാൽ വലിയ അധ്യാപകരുടെ കുഴപ്പമില്ല. യു പി സ്കൂളാകുമ്പോൾ ലേഡി സ്റ്റാഫാണ് ആവശ്യം എന്നാണ് ഞാൻ പറയാനുള്ളത്. അവർക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കുട്ടികൾക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് വേണമെന്ന്. അപ്പോൾ അത് ഞങ്ങൾക്ക് നടത്തി തരണം എത്രയും പെട്ടെന്ന്. കുട്ടികളെ പഴയ സ്ഥിതിക്ക് എത്തിച്ചു തരും വേണം ഞങ്ങളിൽ. നമ്മളുള്ളത് പാങ് JLP സ്കൂളിലാണ്. നമുക്കറിയാം, വിഷമത്തോടെ അല്ലാതെ നമുക്ക് ആർക്കും ഇവിടെ നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഇവർ ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്, മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അധ്യയന വർഷം തുടങ്ങാൻ ഇനി ഒരു മാസവും ചെറിയ ദിവസങ്ങളും മാത്രമുള്ളൂ. ആ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് അധ്യാപക നിയമനങ്ങളൊക്കെ നടത്തിയാൽ മാത്രമേ കൂടുതൽ കുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ സ്കൂളിലേക്ക് എത്തുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ സാഹചര്യങ്ങൾ? നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ സ്കൂള് ഇത്രയും കാലം വളരെ ഭംഗിയായിട്ടാണ് നടന്നു പോയത്. യാതൊരു കുറവും പറ്റാതെ അധ്യാപകരും PTA ഇവിടുത്തെ രക്ഷിതാക്കളും അയൽവാസികളും എല്ലാവരും ഈ സ്ഥാപനമായിട്ട് നല്ല സഹകരണത്തോടെ പോകുന്നത്. അപ്പോൾ ഈ നമ്മളിന്ന് വേർപെട്ട് പോയ ഈ അധ്യാപകരോടൊരു തീരാ നഷ്ടമാണ് ഞങ്ങൾക്ക്. ആ ഒരു പ്രയാസം ഞങ്ങൾക്കൂടെ അനുഭവപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അതിന് എന്താ വേണ്ടത് വെച്ചെങ്കിൽ നമ്മളെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിൻ്റെ പ്രഖ്യാപനങ്ങൾ കണ്ടായിന്ന് അറിഞ്ഞു. അപ്പോൾ എന്താണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്തൊക്കെയാണ് വേണ്ടത്, എത്രയും പെട്ടെന്ന് നിയമനങ്ങൾ വേണം, ഇവിടേക്ക് വേണ്ടുന്ന സംഗതികളൊക്കെ ചെയ്തു തരാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ സമയത്ത്. ഇവിടുന്ന് വേർപെട്ട് പോയ അധ്യാപകർ എന്നും രാപ്പകലില്ലാതെ ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി അധ്യയനിച്ചിരുന്ന ആളുകൾ. അവർ വിട്ടേച്ച് കുറേ ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ട് ഈ സ്ഥാപനം എന്നും നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഞങ്ങളോട് ആവശ്യപ്പെടാറുള്ളത്. മറ്റൊന്ന്, നമുക്കറിയാം, ഈ ടീച്ചേഴ്സൊക്കെ ഒരുപാട് ഇടപെട്ടിട്ടാണ് നമ്മുടെ ഈ സ്കൂളിലേക്ക് ഒരുപാട് കുട്ടികളെ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അധ്യാപക നിയമനമാണ് മുന്നിലുള്ളൊരു ആശങ്ക. എങ്ങനെ അത് പരിഹരിക്കാം? അത് നമ്മൾ ഒരു 4 വർഷം മുമ്പേ നമ്മൾ ഓരോ കുട്ടികളെ നമ്മൾ വീട്ടിൽ പോയിട്ട് അഡ്മിഷന് വേണ്ടി കൊണ്ടുവരുന്ന പതിവിടെ. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനം കണ്ട് കുട്ടികൾ ഇവിടെ വന്ന് ചേരുന്ന അവസ്ഥയ്ക്ക് എത്തി. എൻ്റെ ഒരു ആഗ്രഹം പറയാച്ചാൽ LP സ്കൂളിനെ സംബന്ധിച്ച് ടീച്ചേഴ്സ് HM-മാരും മറ്റ് സ്റ്റാഫെല്ലാം ലേഡീസ് ആയിരിക്കണം. കാരണം ഞാൻ ഇവിടെ പലപ്പോഴും ചില കരയുന്ന കുട്ടികളൊക്കത്തെ ടീച്ചർമാർ നടക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഇവിടുത്തെ പിഞ്ചു കുട്ടികൾക്ക് അധികം ടീച്ചേഴ്സ് സ്റ്റാഫാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് ഇടപഴകാനും കൂടെ നിന്ന് കളിക്കാനും ചിരിക്കാനും ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടുള്ളൊരു ടീച്ചേഴ്സാണ് ഏറ്റവും ആവശ്യം. എന്നെങ്കിലും മെയിൽ സ്റ്റാഫ് ഇല്ലയെന്നുണ്ടെങ്കിൽ പല ഓഫീസുകാരും ഓടിപ്പോകാനും ബുദ്ധിമുട്ട്. ഒരു HM ഒരാൾ കാണാനായിട്ട് മറ്റുള്ളൊരു ലേഡി സ്റ്റാഫ് ഏറ്റവും നന്നായിരിക്കുന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിൽ ഇവിടെ ഗ്രൗണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ മാനസികമായിട്ട് ഏറ്റവും തളർന്നത്. സ്കൂളിൽ കുട്ടിയെ കളിക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ല. ആ ഗ്രൗണ്ട് സർക്കാരിന് ഇടപെട്ട് ഇവിടെ തൊട്ടടുത്ത് സ്ഥലം സ്വകാര്യ വ്യക്തിയിട്ട് നമുക്ക് കിട്ടുമല്ലോ അറിയാൻ വയ്യ. നമ്മൾ ഇടപെട്ടുകൊണ്ട് ബന്ധപ്പെട്ടിട്ട് ആ സ്ഥലം നമുക്ക് മേടിച്ചാൽ കുട്ടിയെ കളിക്കാൻ സ്ഥലം കിട്ടിയാൽ അത് അവരെ മാനസികമായിട്ട് ഉത്സാഹിപ്പിക്കാനാവും. പിന്നെ ഇപ്പോൾ ഈ സ്കൂളിന് ഏത് സ്റ്റാഫ് വന്ന് നമ്മളെല്ലാവരും ഈ വീട്ടിലെ ചുറ്റുപാടിലെല്ലാവരും നമ്മൾ ഈ സ്കൂളിൽ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിരിക്കണം. കുട്ടികൾക്ക് അതിൻ്റെ കുറവും നമ്മളിവിടെ കാണിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ആഗ്രഹം. ടീച്ചേഴ്സ് എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട ടീച്ചേഴ്സ് നമുക്കറിയാം. അപ്പോൾ അധികം ലേഡി സ്റ്റാഫാണ് എൻ്റെ ആഗ്രഹം. കാരണം കുട്ടികളെ സ്നേഹിക്കാൻ താല്പര്യം. ഹൈസ്കൂളും UP വെച്ചാൽ വലിയ അധ്യാപകരുടെ കുഴപ്പമില്ല. LP സ്കൂളാകുമ്പോൾ ലേഡി സ്റ്റാഫാണ് ആവശ്യം എന്നാണ് ഞാൻ പറയാനുള്ളത്. പിന്നെ മജീദ് മാഷ് ഉൾപ്പെടെ പറഞ്ഞത് നമുക്കൊരു ലാൻഡ് ചലഞ്ച് ഉൾപ്പെടെ നടത്തണം എന്നുള്ളതാണ്, കുട്ടികൾക്കൊരു ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്, അല്ലേ? ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടുത്തെ PT എല്ലാവരും, പിന്നെ പ്രിൻസിപ്പൾ, പിന്നെ ആസ്റ്റർ ടീച്ചർ, ഇവരെല്ലാവരും, ഇവിടുത്തെ പ്രിൻസിപ്പൾ കഴിയുന്ന പരമാവധി ശ്രമിച്ചു നോക്കിയേക്കണം ഇപ്പോൾ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. എല്ലാവരും സംസാരിച്ച് നോക്കി. ഏറ്റവും വലിയ സങ്കടം അതാണ്. ആ ഗ്രൗണ്ട് ഇല്ലാത്ത ടീച്ചർ എപ്പോഴും ഇവിടെ ഒരു മാസം മീറ്റിംഗ് നടത്തുന്ന സമയത്തും ടീച്ചർ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്ന കാര്യം അതായിരുന്നു, കുട്ടികൾക്ക് ഗ്രൗണ്ട്. അത് കിട്ടിയിട്ടുമില്ല. ടീച്ചർ അങ്ങനത്തെ പോയും ചെയ്തു. ഭയങ്കര സങ്കടമായി. അത് ഇപ്പോഴും മനസ്സിൽ ആ ഒരു ഇതുണ്ട്. എങ്ങനെയെങ്കിലും ഗ്രൗണ്ട് ഈ സ്കൂളിന് നിർബന്ധമാണ്. അതിപ്പോൾ ആ ടീച്ചറിൻ്റെ ഒരു ആഗ്രഹം പോലെ അതൊന്ന് എങ്ങനെയും നിറവേറ്റി തരികയാണെങ്കിൽ സർക്കാർ ഇടപെട്ട് കണ്ടോ മറ്റുള്ള എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടണം. അതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യങ്ങൾ. എത്രയും പെട്ടെന്ന് അധ്യാപകരുടെ നിയമനങ്ങളും നടക്കണം, അല്ലേ? അതെ, എത്രയും പെട്ടെന്ന് നടക്കണം. നമ്മളെ കുട്ടികളെ പഴയ സ്ഥിതിക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ഞങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. സ്കൂളിന് വേണ്ടിയിട്ട് അവർ രാപ്പകൽ കഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഹെഡ് ടീച്ചർ ഇവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നത് പൊളിച്ചിട്ടാണ് ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഗ്രൗണ്ട് ഉണ്ടാക്കിയത്. അവർക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കുട്ടികൾക്ക് ഒരു പ്ലേ ഗ്രൗണ്ട് വേണമെന്ന്. അപ്പോൾ അത് ഞങ്ങൾക്ക് നടത്തി തരണം എത്രയും പെട്ടെന്ന്. കുട്ടികളെ പഴയ സ്ഥിതിക്ക് എത്തിച്ചു തരും വേണം ഞങ്ങളിൽ. അതിനെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം നമ്മളെ വിട്ടുപോയ അധ്യാപകർ എത്ര പ്രിയപ്പെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അതുപോലെ ആ കുട്ടികളെ അത്രത്തോളം വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന അധ്യാപകരെ തന്നെ എത്രയും പെട്ടെന്ന് നിയമിക്കണം. അധ്യയന വർഷം അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം നിയമന കാര്യങ്ങളിലൊക്കെ സർക്കാർ ഇടപെട്ടുകൊണ്ട് അത് വേഗത്തിലാക്കണമെന്നുള്ളൊരാവശ്യം, അതോടൊപ്പം തന്നെ ഇവിടം വിട്ടുപോയ അധ്യാപകരുടെയൊക്കെ പ്രധാന ആവശ്യം ഒരു
കളിസ്ഥലം ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കഴിവുള്ള കുട്ടികൾ നമ്മുടെ LP തലത്തിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. അവർക്ക് ഭാവി മെച്ചപ്പെടുത്താൻ വേണ്ടി കൃത്യമായ ഒരു ഗ്രൗണ്ട് ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും വേണ്ട ഇടപെടൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് PTA ഭാരവാഹികളുടെ ഉൾപ്പെടെ ഉള്ള പ്രധാനപ്പെട്ട ആവശ്യം. നജീബിനൊപ്പം ബി സോണകൃഷ്ണ, റിപ്പോർട്ടർ, മലപ്പുറം.